ട്രംപ് പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ചയിൽ സമാധാന കരാറായില്ല എന്നതിലേക്കാണ്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചർച്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. യുക്രൈൻ വിഷയത്തിൽ നിലവിൽ അന്തിമ കരാറായിട്ടില്ല. ഉക്രൈൻ സഹോദര രാജ്യമാണെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നും പുടിൻ പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നും പുടിൻ അറിയിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പം പങ്കുവയ്ക്കാനായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, വലിയ രീതിയിൽ നമ്മൾ ഉറ്റുനോക്കിയിരുന്നു ഈ ഒരു ചർച്ച. അതായത് ഈ ഒരു ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഇത്രയേറെ നാളുകളായി. അപ്പോൾ ഇതൊന്ന് എന്ന് തീരുമെന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ട്രംപിന്റെ ഈ ഒരു കൂടിക്കാഴ്ചയിലും അന്തിമ കരാറായില്ല എന്നതാണ് ഒരു കാര്യം. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് സോണൽ? തീർച്ചയായിട്ടും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ചർച്ച എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം അത്തരത്തിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. പല കാര്യങ്ങളിലും ധാരണയായിട്ടുണ്ട്. പക്ഷേ ഈ സംയുക്ത കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും, അതായത് പുടിനും ട്രംപും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള ധാരണകളായിട്ടുണ്ട് എന്ന് ഇരുവരും പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ വ്യക്തത വരേണ്ട ഒരു കാര്യം കൂടി ഇനിയുണ്ട്. കാരണം വ്യക്തമായിട്ടുള്ള ധാരണകൾ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രതീക്ഷയുണ്ട്, ഇനിയും ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് പുടിനും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോകം തന്നെ ഉറ്റുനോക്കിയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ച ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പ്രധാനമായി പറയേണ്ടത് സമാധാന ചർച്ച, അതായത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ തീരുമാനമാവും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പുതിയ തീരുമാനം സമാധാനത്തിന്റെ പാതയിലേക്ക് ഈ ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ എത്തും എന്നുള്ളതായിരുന്നു ട്രംപിന്റെ പ്രതികരണം കേട്ട ശേഷം ഞാൻ സോണലിലേക്ക് എത്താം. അതായത് ഈ ചർച്ചയിൽ നല്ല പുരോഗതി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇരുവരും അടുത്ത തവണ മോസ്കോയിൽ കാണാമെന്ന് പുടിനും വാർത്താ സമ്മേളനത്തിന്റെ പറഞ്ഞു. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. I believe we had a very productive meeting. There were many points that we agreed on. Most of them, I would say, a couple of big ones that we haven't quite gotten there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up. We look forward to that. We look forward to dealing. We're going to try and get this over with. We really made some great progress today. I've always had a fantastic relationship with President Putin, with Vladimir. We had many tough meetings, good meetings. We were interfered with by the Russia hoax. That made it a little bit tougher to deal with, but he understood it. I think he's probably seen things like that during the course of his career. He's seen, again, Mr. President, I'd like to thank you very much, and we'll speak to you very soon and probably see you again very soon. Thank you very much, Vladimir. Next time in Moscow. Oh, that's an interesting one. I don't know. I'll get a little heat on that one, but I could see it possibly happening. Thank you very much, Vladimir. And thank you all. Thank you. സോണലിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. സോണൽ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ട്രംപും പുടിനും തമ്മിൽ നമ്മൾ കണ്ടത്. അപ്പോൾ പുടിൻ പറയുന്നുണ്ട് ഉക്രൈൻ സഹോദര രാജ്യമാണ്, പക്ഷേ വീണ്ടും ചില ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു യുദ്ധം, പക്ഷേ അത് ഇങ്ങനെ അനന്തമായി നീളുകയാണ്. അപ്പോൾ ഇപ്പോഴും പുടിൻ പറയുന്നത് ചില ആശങ്കകൾ, ചില കാര്യങ്ങൾ തുടരുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സൗഹൃദപരമായിട്ടുള്ള ചർച്ചയായിരുന്നു. പക്ഷേ അതിൽ കാര്യമായ ലോകം തന്നെ ഉറ്റുനോക്കിയ സമാധാനപരമായിട്ടുള്ള ഒരു തീരുമാനം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ചർച്ചയ്ക്ക് ശേഷം ആ സമാധാനത്തിന്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് ട്രംപ് പറഞ്ഞ മറുപടി നോ ഡീൽ എന്നാണ്. കാരണം ചർച്ച ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. പല വിഷയങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായൊരു പ്രതികരണം
അത് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പുടിൻ പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്, എന്നാൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ്. മോസ്കോയിലേക്ക് ട്രംപിനെ അടുത്ത രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ക്ഷണിക്കുക കൂടി പുടിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തിന്റെ പാതയിലേക്ക് ഈ രാജ്യങ്ങൾ എത്തുമ്പോൾ എന്നുള്ളതാണ്. നാറ്റോ രാജ്യങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും സോണൽ, എന്തായാലും ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എല്ലാത്തിന്റെയും നമ്മൾ ആ ഒരു എൻഡായി കാണുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. ലോകം സമാധാനത്തിനൊപ്പമാണ് എപ്പോഴും നിലകൊള്ളേണ്ടതും. നമ്മുടെ ഒരു പ്രേക്ഷകൻ രജിമാലയ് തോമസ് പറയുന്നുണ്ട്, ഇത്ര വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ചർച്ച, ഈ ഒരു ചർച്ച പ്രതീക്ഷ നൽകുന്നുണ്ട്. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സമാധാനമാണ് നമ്മൾ എല്ലാവരും കാക്ഷിക്കുന്നത്. നല്ല സമാധാനവും സൗഹൃദവും സഹോദര്യവും ഒക്കെയുള്ള ലോകം തന്നെയാണ് എന്നും നല്ല പാതയിൽ സഞ്ചരിക്കുക. അപ്പോൾ ഈ ഒരു യുദ്ധം ഇങ്ങനെ അനന്തമായി തുടരുന്നു. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി, നമ്മളതൊക്കെ കണ്ടതാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. എന്തായാലും ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ തീരട്ടെ, അതിന് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, അതിലും വിജയം കാണാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്.